മീന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. സരിത, ഗുരുവായൂർ കേശവൻ എന്ന സിനിമയിൽ നവകാഭിഷേകം കഴിഞ്ഞു എന്ന പാട്ടിൽ കാണുന്നതാണോ ഒറിജിനൽ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം? ഒന്ന് പറയാമോ? അത് ഓർത്ത് ധ്യാനിക്കാനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എനിക്ക് അന്നത്തെ കാലത്ത് ഉള്ളിലൊക്കെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമോ ചോദിച്ചാൽ എനിക്കറിയില്ല. ചുറ്റമ്പലത്തിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. എന്നാലും വിഗ്രഹം ഇത്രയും ക്ലിയറായി കാണാൻ പാകത്തിന് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാൻ യാതൊരു ചാൻസും ഇല്ല. അതുകൊണ്ട് അതാണ് ആ വിഗ്രഹം എന്ന് ഞാൻ പറയില്ല. പക്ഷെ നോക്കൂ, ധ്യാനിക്കുന്നത് ഏത് രൂപത്തിലും വേണമെങ്കിലും ആവാട്ടോ. ആ രൂപമാണ് ഇഷ്ടമായതെങ്കിൽ ആ രൂപത്തിൽ ധ്യാനിക്കാലോ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ഇന്ന രീതിയിൽ മാത്രമേ ഭജിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമവും ഇല്ല. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാധാകൃഷ്ണ സീരിയലിലെ കൃഷ്ണനെയാണ് ഓർമ്മ വരുന്നത് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിക്കുമ്പോൾ. ഇത് തെറ്റായി പോകുമെന്ന്. എന്തുകൊണ്ടാണ് തെറ്റായി പോകുമെന്ന് ചിന്തിക്കണേ. ഭഗവാന്റെ രൂപം നമ്മൾ നിശ്ചയിക്കുന്നതാണ്. അങ്ങനെയാണ് ഭഗവാൻ വെച്ചിരിക്കുന്നത്. ഭഗവാന്റെ രൂപമാണെങ്കിലും ഭഗവാന്റെ ഭാവമാണെങ്കിലും നമ്മൾ ഭഗവാനെ ഏത് രീതിയിലാണോ ആശ്രയിക്കുന്നത് ആ രീതിയിലാണ് ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കുക എന്നാണ് പറയാറുള്ളത്. നമ്മൾ ഭഗവാനെ ഒരു ഗുരുവും വഴികാട്ടിയുമായിട്ടാണ് സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ ഭാവത്തിലാണ് നമ്മുടെ മുമ്പിലെത്തുക. അല്ല ഭഗവാനെ ഒരു കൂട്ടുകാരനായിട്ടോ അതല്ലെങ്കിൽ സഹോദരനായിട്ടോ ആണ് കാണുന്നതെങ്കിൽ ഗുരുവായൂരപ്പൻ തീർച്ചയായിട്ടും നിങ്ങളെ അങ്ങനെയാണ് സമീപിക്കുക. മകനായി കാണുന്നവർക്ക് മകനാണ് ഭഗവാൻ, ഭർത്താവായി കാണുന്നവർക്ക് ഭർത്താവാണ് ഭഗവാൻ. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഗുരുവായൂരപ്പനെ സ്വീകരിക്കുന്നത് അങ്ങനെയാണ് ഭഗവാൻ വരുന്നതെന്നല്ലേ. അപ്പോൾ ഏത് രൂപത്തിലാണോ ഗുരുവായൂരപ്പനെ നമ്മൾ സ്വീകരിക്കുന്നത് അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ചട്ടി എരുമയുടെ കഥയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എരുമയുടെ രൂപത്തിൽ ഗുരുവായൂരപ്പനെ ആശ്രയിച്ച ഒരു ഭക്തൻ്റെ മുമ്പിലേക്ക് എരുമയുടെ രൂപത്തിൽ വന്ന ആളാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ആ വിഗ്രഹമാണ് ധ്യാനത്തിൽ അല്ലെങ്കിൽ ധ്യാനിക്കുന്ന സമയത്ത് തോന്നുന്നതെങ്കിൽ അത് ഉത്തമമായി സ്വീകരിക്കാൻ സാധിക്കും തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ.